സാറെന്താ ആലോചിക്കുന്നത്? കുട്ടി പറയുന്നത് എനിക്കത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. അത് ഞാൻ... കുട്ടി ഇവിടെ സ്ഥിരമായി വരാറുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇതുവരെ ആരും കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ? അപ്പോ അബദ്ധത്തിൽ ഇന്ന് എന്റെ മുന്നിൽ വന്ന് പെട്ടതാണ് അല്ലേ? സാറ് ഉറക്കമായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. ഇന്നലെ കുട്ടിയാണോ ഇതില്? പക്ഷേ അതിന് ഇത്രയും ശബ്ദം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നന്നായി അറിയാവുന്ന ഒരാൾക്ക് ഇത് പ്ലേ ചെയ്യാൻ കഴിയും. സാറിന് അറിയാമായിരിക്കും അല്ലേ? ഇല്ല, എനിക്കറിയില്ല. ഇതെന്റെ ഭാര്യയുടേതാണ്. ഞാൻ അവൾക്ക് നൽകിയ ആദ്യ സമ്മാനം. അപ്പോ പ്രേമവിവാഹമായിരുന്നു അല്ലേ? ഞാൻ അവളെ ആദ്യം കാണുന്നത് തന്നെ വിവാഹ മണ്ഡപത്തിൽ വെച്ചാണ്. യാത്രകളുടെ കാലമായിരുന്നു അത്. എന്നും ഓരോ പരിപാടികൾ, സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, അങ്ങനെയെല്ലാം. രോഗിയായ അമ്മ നാട്ടിലൊറ്റയ്ക്ക്. അമ്മ തന്നെ കണ്ടെത്തിയതാണ് അവളെ. ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നലില്ലായിരുന്നു എനിക്ക് അമ്മയെ നോക്കാൻ ഒരാൾ. അത് മാത്രമായിരുന്നു എനിക്കവൾ. അമ്മയുടെ മരണശേഷം ഞാൻ അവളെ എൻ്റെ ഒപ്പം മുംബൈയിലേക്ക് കൊണ്ടുപോയി. ഒന്നിച്ചായിരുന്നെങ്കിലും അന്യരെ പോലെയായിരുന്നു ഞങ്ങൾ. ഒരു ദിവസം സൗത്ത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ്റെ ഫംഗ്ഷൻ. എനിക്ക് അവളെയും കൊണ്ടുപോകേണ്ടി വന്നു. ആദ്യമായി ഞാൻ അവൾക്കൊരു സാരി വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവൾക്ക് സന്തോഷമായോ എന്നെനിക്കറിയില്ല. കാരണം അത് കൊടുത്തപ്പോൾ ഞാനുള്ള മുഖം ശ്രദ്ധിച്ചിരുന്നില്ല. പാർട്ടി. ഹലോ, രാംദാസ് സാർ എത്തി. ഹലോ സാർ. Good evening, ladies and gentlemen. Here is an important announcement. ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷന്മാരുടെ പേരുകളാണ് ഇതിലുള്ളത്. ആരുടെ പേരാണോ നറുക്ക് വീഴുന്നത് അദ്ദേഹത്തിന്റെ വൈഫ് ഈ വേദിയിൽ വന്ന് ഒരു പെർഫോം ചെയ്യണം. ഡാൻസോ പാട്ടോ അങ്ങനെ എന്തു വേണേലും ആക്കാം. ഷോ ടൈം സ്റ്റാർട്ട്സ് നൗ. Mr. Ramdas. ചെന്നാട്ടെ.
Mrs. Ramdas, please come. Please give her a warm welcome. Mrs. and Mr. Ramdas, please come to the stage. ആ സമയത്താണ് മഞ്ഞ് പെയ്യുമ്പോൾ എന്ന പുസ്തകം ഞാൻ എഴുതിയത്. അവളായിരുന്നു അതിനുള്ള ഇൻസ്പിറേഷൻ. 2 പേർ ഡ്രസ്സ് എടുത്തു വെച്ചാൽ മതിയല്ലോ. ആ, യാത്ര 2 ദിവസത്തേക്കേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ചോദിച്ചതാ. നീ വിഷമിക്കണ്ട. സെമിനാർ കഴിയുന്ന അടുത്ത നിമിഷം ഞാനിവിടെ എത്തും. അതുപോരെ? ദാസേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പോകാൻ തീരെ മനസ്സില്ല. ചെല്ലാമെന്ന് ഏറ്റുപോയില്ലേ? എനിക്കറിയാം, നമുക്കിടയിൽ ഒരു കുഞ്ഞില്ലാത്തതാണ് നിനക്കുള്ള വിഷമം. നമുക്കിപ്പോഴൊരു കുഞ്ഞു വേണ്ട. അതെന്താ? എനിക്ക് ഈ സ്നേഹം പങ്കുവെക്കാനാവില്ല. എന്താ ഡോക്ടർ, എന്താ സംഭവിച്ചത്? ഐ എം സോറി. വാട്ട് യു മീൻ? ത്രോംബോസൈറ്റോഫീനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. ഇപ്പോൾ ഇതിന്റെ അക്യൂട്ട് സ്റ്റേജിലാണ്. ഇതുപോലുള്ള സിംറ്റംസ് ഇതിനു മുൻപ് ഉണ്ടായി കാണണം. ഡോക്ടർ, യെസ്. പേഷ്യന്റ് ഞാനെങ്ങനെ വിഷമിപ്പിച്ചെങ്കിൽ? ഇല്ല, ഒരിക്കലുമില്ല. കുട്ടിയോട് ഇത് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എനിക്ക് ആശ്വാസമാണ് തോന്നുന്നത്. എന്നാ
ഞാൻ പോട്ടെ. ഇതുവരെ പേര് പറഞ്ഞില്ല. രാധ. രാധ.